രാജ്യത്തെ തീരദേശങ്ങളിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള നിർമ്മാണങ്ങൾക്ക് വൻ ഇളവ് അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ രൂപീകരിച്ച വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലാണ് പ്രധാനമന്ത്രി വിവിധ പരിഷ്കരണങ്ങൾക്കായി വിദഗ്ധ സമിതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നീതി ആയോഗ് അംഗം രാജീവ് ഗൗബയുടെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നത്. ശുപാർശയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീരദേശങ്ങളിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള നിർമ്മാണങ്ങൾക്ക് നിലവിൽ പരിധിയായി കൽപ്പിച്ചിരിക്കുന്ന 500 മീറ്ററിൽ ഇളവ് അനുവദിക്കണമെന്നാണ്. ഈ 500 മീറ്റർ പരിധി 200 മീറ്ററായി വെട്ടിച്ചുരുക്കണമെന്നാണ് സമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഇളവ് ഈ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ രാജ്യത്തെ തീരദേശങ്ങളിൽ ഏതാണ്ട് 2700-ലധികം ചതുരശ്ര കിലോമീറ്ററിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരമൊരു ഇളവിന് സമിതി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. സ്പെയിൻ, ഇന്തോനേഷ്യ തുടങ്ങിയ മിക്ക രാജ്യങ്ങളിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തീരദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള പരിധി 100 മീറ്ററാണ്. എന്നാൽ ഇന്ത്യയിൽ അത് 500 മീറ്ററാണ്. ഇത്തരമൊരു പരിധി നിശ്ചയിച്ചത് പലപ്പോഴും മത്സ്യബന്ധന സംരംഭങ്ങൾ, ചെറുകിട ടൂറിസം സംരംഭങ്ങൾ, അതിനു പുറമെ ഹോം സ്റ്റേകൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കൊക്കെ കാര്യമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാണ് സമിതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഇളവ്, അതായത് വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള നിർമ്മാണങ്ങളുടെ പരിധി 500 മീറ്ററിൽ നിന്ന് 200 മീറ്ററായി ഉടൻ വെട്ടിച്ചുരുക്കണമെന്ന ഒരാവശ്യം, ഒരു ശുപാർശ കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ വിദഗ്ധ സമിതി നൽകിയിരിക്കുന്നത്. ഈ ശുപാർശ അംഗീകരിക്കപ്പെട്ടാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത് വലിയ സ്വാധീനമായിരിക്കും ചെലുത്തുക. കാരണം കേരളത്തിൻ്റെ ഭൂരിഭാഗം മേഖലകളിലും തീരദേശത്തെ ഭൂരിഭാഗം മേഖലകളിലും വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള നിർമ്മാണങ്ങൾക്ക്, പ്രത്യേകിച്ച് ടൂറിസം, മത്സ്യബന്ധന സംരംഭങ്ങൾ, ഹോം സ്റ്റേകൾ എന്നിവയുടെയൊക്കെ നിർമ്മാണങ്ങൾക്ക് നിലവിൽ 500 മീറ്ററാണ് ഈ പരിധി. അതായത് നിയന്ത്രണങ്ങൾക്കുള്ള പരിധി 500 മീറ്ററാണ്. അതിലാണ് ഇപ്പോൾ ഒരു വെട്ടിക്കുറയ്ക്കൽ വേണമെന്നൊരാവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഈ വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ വ്യാവസായിക സംരംഭങ്ങൾക്ക് പരിസ്ഥിതി അനുമതി ലഭിക്കുന്നതിനുള്ള വിവിധ വകുപ്പുകളിൽ, വിവിധ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിക്കണമെന്നും രാജീവ് ഗൗബയുടെ അധ്യക്ഷതയിലുള്ള സമിതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.